ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. എനിക്ക് 2-3 പേരായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഒരുപാട് പേരല്ല, 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യാനും ഇഷ്ടമാണ്. മുമ്പ് അങ്ങനെ വലിയ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആവാറില്ല, അതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാമെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് വിചാരിച്ചില്ല കേട്ടോ കംപ്ലീറ്റ് ആവുന്നു. പക്ഷേ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഉറക്കണിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം റൊട്ടീനാണ് അതൊക്കെ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഐസ് റോളർ വെച്ച് ഫേസ് ഫുൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും. നമുക്ക് വെറുതെ വെള്ളം ഇതുപോലെ ഐസ് ആക്കിയിട്ടും ചെയ്ത് കൊടുക്കാം. പിന്നെ അതല്ലെങ്കിൽ എന്തെങ്കിലും കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ പറഞ്ഞ അലോവേരയൊക്കെ ഇതുപോലെ അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഐസ് വെച്ചിട്ടാണ് ഫേസ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഡെയിലി ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡെയിലി റൊട്ടീൻ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അങ്ങോട്ട് മറക്കാറില്ല. നേരെ ചെല്ലും ബ്രഷ് ചെയ്യും, ഫേസ് വാഷ് ചെയ്യും, അതിനുശേഷം ഈ ഐസ് റോളർ വെച്ച് ഡയറക്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറേ പേര് ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡയറക്റ്റ് ഐസ് അപ്ലൈ ചെയ്തുകൂടാന്ന്. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യമായിട്ടോ ഞാൻ കാണിച്ചത്. ഇനി ഇതിങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ലിബാം അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് കടയിൽ നിന്ന് മേടിച്ച ലിബാമാണ്, നല്ല ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അത് ഇതുപോലെ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും. അത് രാവിലെ എണീറ്റ് ഉടനെ ഈ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അതിനുശേഷം തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ടേക്കുന്ന റൈസിൻസ് അഥവാ ഉണക്കമുന്തിരി അതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും. അതിപ്പം ഒരു കുതിർന്നൊരു പരുവായി വന്നിട്ടുണ്ട്. ഇത് രാവിലെ കഴുകി ഞാൻ വെറും വയറ്റിൽ ഇതാണ് കുടിക്കാറുള്ളത്. ഞാൻ ചായയോ അതുപോലെ തന്നെ കാപ്പിയോ കാര്യങ്ങളോ ഒന്നും കുടിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പണ്ടേ അങ്ങനെ കഴിക്കാറില്ല. ചെറുതിൽ എന്തെങ്ങാണ്ടാണ് ഞാൻ ഒരു വട്ടം കുറേ വട്ടം കുടിച്ചിട്ടുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എനിക്ക് ഈ ചായയുടെ മണോ ടേസ്റ്റോ ഒന്നും അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചായ കുടിക്കാറില്ല. വെറും വയറ്റിൽ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഗ്രീൻ ടീ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പച്ചവെള്ളം കുടിക്കും. എനിക്ക് രാവിലെ എണീറ്റുണ്ടെങ്കിൽ എന്തോ ശീലിച്ചുകൊണ്ടായിരിക്കണം, വെള്ളം എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ എന്തോ പോലാണ്. അതിനുശേഷം ബാക്കി വരുന്ന മുന്തിരി ഇതുപോലെ എടുത്ത് പറക്കി കഴിക്കും. അത്രയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിനുശേഷം കിച്ചണിലേക്ക് ചെന്നു. ഇതും ഒരു കിച്ചണാണ്, നമുക്ക് മെയിനായിട്ട് 2 കിച്ചണാണ് ഉള്ളത്. അപ്പം അപ്പുറത്തെ കിച്ചണിലേക്ക് ചെന്നപ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുവാണ്. രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്കിന്ന് വേറെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയ സമയത്തായിട്ട് ആരെങ്കിലും ഉറക്കം എണീറ്റ് വന്നത്. അപ്പോൾ എന്നോട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതാണ് ഞാൻ കൊണ്ടുവിടണമെന്ന്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ കൊണ്ടുവിട്ടേക്ക്. അപ്പോൾ അവന് വേണ്ടത് ഇയാളങ്ങ് പൊക്കോ. ഞാൻ പിന്നെ വേണ്ട, കുഴപ്പമില്ല, കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉറക്കത്തിൽ കിടന്ന് അവനെ വലിച്ചെണീപ്പിച്ചിട്ട് കൊണ്ടുപോവാണ്. എന്താ ശ്രുതിയുടെ ഉടുപ്പായി തറയിട്ടേക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ ആ മാറ്റിന്റെ അതേപോലത്തെ ഒരു ടീഷർട്ട് ശ്രുതിക്കുണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരുന്ന ടീഷർട്ട് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ അവൻ എന്നെ നേരെ കൊണ്ടുവന്ന് കൊട്ടിയത്ത് ഡ്രോപ്പ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടും കൂടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അയ്യോ, ഞാൻ ഇവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലായിരുന്നല്ലോ. ഇത് 2 എൻ്റെ ചേച്ചിമാരാണ്, അതായത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കണമായിരുന്നു. മെയിനായിട്ടും അതിൻ്റെ അകത്ത് ആ പിങ്ക് ഉടുപ്പിട്ട ചേച്ചിയില്ല, എനിക്കൊന്ന് 2 പിങ്ക് ആണെന്ന് തോന്നല്ലേ. അപ്പോൾ എൻ്റെ ഒരാൾ കണ്ണാടി വെച്ചിട്ടുണ്ട്, ഒരാൾ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെക്കാത്ത ചേച്ചിയുടെ പേരാണ് രാജലക്ഷ്മി. അപ്പോൾ ചേച്ചിയുടെ ബേബിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മേടിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട്, എനിക്കൊരു കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കണമെന്ന്. സത്യം പറഞ്ഞാൽ 2 ദിവസത്തെ തപ്പലിനൊടുവിലാണ് എനിക്കൊരു ഡ്രസ്സ് കിട്ടിയത് തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോയും അതുപോലെ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ണിക്കുട്ടനുമായിട്ട് ഷോപ്പിങ്ങിന് പോണത്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഒറ്റ ദിവസം കൊണ്ട് നോക്കിയിട്ടാണ് ഞാൻ ആ ഒരു സിമ്പിൾ ക്രോപ്പ് ടോപ്പ് എടുത്തതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. തലേ ദിവസം ഇതേപോലെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. കണ്ട കടകളായ കടകൾ മൊത്തവും കയറി ഇറങ്ങി. പിന്നെ ഇത് 2 കൂട്ടിനങ്ങ് നിന്നോളും. എന്നെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ടായിരുന്നു നിന്നെ കൊണ്ട് വരുന്നത് വെറുതെ, കാരണം നീ ഒരെണ്ണം പോലും എടുക്കത്തില്ല, ഞങ്ങളുടെ കാര്യം നടന്നാലും നിന്റെ കാര്യം നടക്കത്തില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേടെ ഇതൊക്കെ തന്നെ നടക്കത്തുള്ളൂ, ഞാൻ പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് കൂടെ വരുന്നതേ ഉള്ളൂ, ഡ്രസ്സ് എടുക്കാനെന്നുള്ളൊരു പേര്. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ എടുത്തത് പോലും ഇല്ലായിരുന്നു. ചേച്ചിമാരെന്നെ കളിയാക്കുന്നുണ്ടായിരുന്നേ, നീ വെറുതെ അല്ലേടി ഞങ്ങളെ കൂടെ വന്നത്, വെറുതെ വന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അതാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് 2 പേർക്കും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടി, പക്ഷെ എനിക്ക് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 2-3 എടുത്ത് ട്രയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതൊന്നും എനിക്ക് ഇഷ്ടമായതുമില്ല. ഓക്കെ സെറ്റ്. ടീച്ചറെ കോച്ചിൻ്റെ ടീച്ചർ ഞാൻ അടുത്താണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല, അവർക്ക് 2 പേർക്കും കിട്ടുകയും ചെയ്തു. ഞാൻ ചെന്ന് അതാണ് പറഞ്ഞത്, എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അപ്പോഴവർ പറഞ്ഞു അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമില്ല, നിനക്ക് കിട്ടത്തില്ലല്ലോ എന്ന്.
സത്യം തന്നെ കേട്ടോ. ഞാൻ വെറുതെയാണ് സത്യം പറഞ്ഞാൽ കൂടെ വന്നത്. ഞങ്ങളിപ്പോൾ ഒരു കടയിലൊന്നും അല്ല, കുറേ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് രാജലക്ഷ്മി ചേച്ചി നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ ബില്ല് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വാവേനെ ഇത്രയും നേരം വീട്ടിലാക്കിയിട്ട് വന്നതല്ല, അതുകൊണ്ട് തന്നെ ആൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ചന്ദന ചേച്ചിയും കൂടി ചേച്ചി യാത്രയാക്കിയിട്ട് നെക്സ്റ്റ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചന്ദന ചേച്ചി. ഈ ചേച്ചിനെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത് ചെറുതായിട്ടൊക്കെ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ മുന്നേ പരാഗിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിനകത്ത് ചെറുതായിട്ട് ചേച്ചിയെ കാണിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഈ ചേച്ചിയായിട്ട് അത്ര കമ്പനി അല്ലായിരുന്നു. അപ്പോൾ പിന്നെ കൂട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് സത്യം പറഞ്ഞാൽ നമ്മുടെ സെയിം വൈബ് തന്നെയാണെന്ന്. ചേച്ചിമാരാണെങ്കിലും ഉണ്ടല്ലോ നമ്മളെ കൂടെ കട്ടയ്ക്ക് അങ്ങ് നിന്നോളൂ എല്ലാ കാര്യത്തിനും. അത്ര സപ്പോർട്ടാട്ടോ. അതായത് നമ്മൾ എവിടെ പഠിക്കാൻ പോയാലും നമുക്ക് പറ്റിയ ഒരു രണ്ടുപേരും അവിടെ കാണുമെന്ന് പറയത്തില്ല, അതുപോലെയാണ് ഇവർ രണ്ടുപേരും. പിന്നെ ഞങ്ങൾ നേരെ പോയി മെറ്റീരിയലൊക്കെ നോക്കി, പക്ഷെ മെറ്റീരിയലൊന്നും ഒരു ഭംഗിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മെറ്റീരിയലൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ കുട്ടികൾക്കുള്ള ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കുവാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു ഐഡിയ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ പോയി അത് നോക്കുവാണ്. അങ്ങനെ അത് നോക്കി 3 ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ മേടിച്ചതെന്നൊക്കെ ഉള്ളത് ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ചേച്ചിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും താഴെ പോയി ബില്ലൊക്കെ ചെയ്തതിന് ശേഷം നേരെ വീട്ടിൽ പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അല്ല വലുതാ, ഡബിൾ എക്സലാ. എല്ലാം ഞാൻ വേറെ വേറെ നോക്കി. അതിന്റെ കൈ ഇല്ല വേറെ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇത് കൈ ശരിയാക്കാ. അത് നോക്കട്ടെ. നല്ല ഭംഗിയില്ലേ? ആർക്കേന്ന് എടുത്തതാ. ഇത് നല്ല മിട്ടാ നല്ലതായിരിക്കും, നല്ല നിറന്നു തോന്നി. ഈ ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊണ്ടുവന്നു, അമ്മയ്ക്ക് ഇഷ്ടമായി. ഇനി എൻ്റെ സ്ലീവ് ഒന്ന് മാറ്റണം. പഫ് സ്ലീവാണ്, നോർമൽ സ്ലീവ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതേ ഉള്ള പരിപാടി. പിന്നെ ഞാൻ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ട്യൂഷൻ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ മിക്കിക്കുട്ടി വന്നിട്ടോ. ഇത്രയും കാലം എവിടെ ആയിരുന്നു? ഇത്രയും കാലം 1 മാസം നീ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ട്യൂഷന് വന്നിട്ടില്ലല്ലോ. കള്ളം വാ തുറന്ന കള്ളം പറയും. പഠിക്ക്. മിക്കി ഇപ്പോൾ 1 മാസത്തിന് ശേഷം കേട്ടോ ഇവിടെ ട്യൂഷൻ വരുന്നത്. അവൾ വയനാട്ടിലായിരുന്നു, അതായത് വെക്കേഷൻ, അതായത് മാർച്ച് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അവൾ വയനാട്ടിൽ പോയി. വയനാടാണ് ആളുടെ സ്ഥലം. അങ്ങനെ അവൾ അവിടെ പോയിട്ട് വന്നിട്ട് ഇപ്പം 1 മാസത്തിന് ശേഷം വീണ്ടും ട്യൂഷൻ വന്നേക്കുവാണ് കേട്ടോ. സ്നേഹമായിട്ട് വന്നപ്പോഴേ അവൾ കൂട്ടായി. പിന്നെ അതിനുശേഷം അവരെയൊക്കെ വിട്ടതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചു. എത്ര ശേഷമല്ലേ പറയുന്നത്, ഞാൻ കുറേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, നമുക്കത് മിസ്റ്റേക്കുകൾ പെയ്യപ്പ് കൊണ്ട് തിരുത്താം കേട്ടോ. അങ്ങനെ ആരോമിന് വേണ്ടിയിട്ട് പപ്പായ കട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അവന് വേണ്ടിയിട്ട് പപ്പായ കട്ട് ചെയ്യണം. ഈ പപ്പായ ആയിരുന്നു എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നില്ലേ പല്ലിന് പണി തന്ന കാര്യം, അത് ഈ ഒരു പപ്പായ ആയിരുന്നു. കഴിക്കണ്ടെന്ന് വിചാരിച്ചു, എന്നിട്ടും ഞാൻ തന്നെയാണ് പണി മേടിച്ച് കെട്ടിയത്. എങ്ങനെയുണ്ട്? അങ്ങനെ പപ്പായൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നേരെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഉപ്പുമാവും ചിക്കൻ കറിയും തന്നെ ആയിരുന്നു. ചിക്കൻ കറി ഉച്ചയ്ക്ക് വെച്ചതാണ്, അതും കൂട്ടിയിട്ട് ഉപ്പുമാവ് കഴിച്ചു. പിന്നെ നേരെ വന്നു ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം ലൈവ് പോയിട്ട് ആ ഒരു റിംഗ് ലൈറ്റിൽ തന്നെ ഇരുന്നിട്ട് സ്നേഹയ്ക്ക് ആരമിലൂടെ വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്. ഫോട്ടോസ് എടുക്കുകയാണ് ക്യാമറയിൽ. അങ്ങനെ അവളിങ്ങനെ ഓരോന്ന് നോക്കുകയാണ്, അവൾക്ക് ഏത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് പരിപാടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കൊരു റീൽസ് എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളാണ് അലമാരയിൽ ഇരുന്ന് ഫുൾ ഡ്രസ്സ് കണ്ട് ഈ ഒരു ബെഡിൽ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വൃത്തിയാക്കി എടുക്കണം. ആദ്യം ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഈ ഒരു പരിപാടിയൊക്കെ. ഇത് കാണുമ്പോൾ വിചാരിക്കും ഈ റൂമൊന്നും ക്ലീൻ ഒന്നും ചെയ്യത്തില്ല. ഇന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പം എൻ്റെ ഒരു റൂമിൻ്റെ കോലം ഇങ്ങനെയാണ്. പിന്നാണ് ഇത് ഫുൾ ക്ലീൻ ചെയ്ത് എടുക്കാറുള്ളത്. അങ്ങനെ അതാണ് ഒരു വഴിക്ക് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം വേണം, ഞങ്ങളാണ് റീൽ ചെയ്യാനുള്ള ഡ്രസ്സ് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ അലമാരിക്കകത്തോട്ട് എടുത്ത് വെച്ചു. പിന്നെ അതിനുശേഷം ഞാൻ സ്നേഹയും കൂടി പോയി വീഡിയോ ഒക്കെ എടുത്തു. ഒരു വീഡിയോ എടുക്കാൻ എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. നോക്കുമ്പോൾ ഒരു സിമ്പിൾ വീഡിയോ, പക്ഷെ അതിന് പുറകിൽ കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മോർണിംഗ് തൊട്ട് ഈ നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആവുമെന്നുള്ളൂ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു കേട്ടോ. കാരണം എന്നോട് അമ്മയാണ് രാവിലെ എണീറ്റപ്പോൾ പറഞ്ഞത് നീ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര സപ്പോർട്ടാട്ടോ അമ്മ. വീഡിയോ ചെയ്യും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും വീഡിയോ ചെയ്യ് പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ഉള്ളപ്പോൾ. അപ്പോൾ
അങ്ങനെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം ഞങ്ങളെന്താ ഈ ഒരു ലുക്കിൽ ഇരിക്കുന്നതെന്നൊക്കെ വെച്ചാൽ ഒരു റീല് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഈ വീഡിയോ, അതായത് ഞങ്ങൾ ചെയ്ത റീൽ അപ്ലോഡ് ആവില്ലോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് അതറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ചെയ്തതിൻ്റെ ഈ ഒരു ലുക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് കാണണം. ഒന്നെങ്കിൽ റീൽസോ അല്ലെങ്കിൽ ഷോർട്സിലോ എന്തെങ്കിലും. അങ്ങനെ ഏതാണ്ട് ഇനി ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇനി കിടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ വീഡിയോസ് ഒന്നും എടുക്കാനില്ല. ഞങ്ങൾക്കിനി ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് കിടക്കണം. അപ്പോൾ ഇനി എന്താ, ഇനി ഈ പറഞ്ഞ മീശയും എല്ലാം മായ്ച്ചൊക്കെ കളയണം. അപ്പം ഇതായിരുന്നു എൻ്റെ ആ ഒരു റീലില്. ഇതാ എൻ്റെ ഡാഡി ഇവളായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തൊണ്ടയൊക്കെ പോയി ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ കണ്ടാലും. ഇപ്പോൾ സമയം എത്രയാണ് ഞാൻ നോക്കട്ടെ, കറക്റ്റ് ഞാൻ ടൈം നോക്കിയിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ സമയം എന്താണ്ട് 11:55 11:55 അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.